കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചനവുമായി കടന്നു വരുവാൻ ഇടയായതിൽ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ 3-ാം ലേഖനം, അതിൻ്റെ 2-ാമത്തെ വാക്യവും അതിൻ്റെ 4-ാമത്തെ വാക്യവും വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2-ാമത്തെ വാക്യം വളരെ നമുക്ക് കരുത്തും ധൈര്യവും നൽകുന്ന ഒരു വചനമാണ്. അതിപ്രകാരമാണ്: പ്രിയനേ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? അഥവാ രക്ഷിക്കപ്പെട്ട വിശ്വാസികളായ ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിന് വേണ്ടിയാണ് ഇവിടെ അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ശുഭമായിരിക്കേണ്ടതിന്, ഏതിലൊക്കെ? സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം എന്നുള്ളതാണ് 2-ാം വാക്യം. 4-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ സത്യത്തിൽ നടക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഈ ലോകത്തിന് അനുരൂപമാകാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാതെ ദൈവകർത്താവിനെ പ്രസാദിപ്പിച്ചും അനുസരിച്ചും ഹാനോക്കിനെ പോലെ കർത്താവിനോട് കൂടെ നടക്കുന്നതും നോഹയെപ്പോലെ കർത്താവിൻ്റെ കൂടെ നടക്കുന്നതും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി ദിനംതോറും നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതും ആ കർത്താവിൻ്റെ തിരുമുഖം നമ്മുടെ ജീവിതത്തിൽ ദിനംതോറും അന്വേഷിക്കുന്നതും നമുക്ക് വളരെ ധൈര്യവും പ്രത്യാശയും നൽകുന്ന കാര്യമാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഓരോ ദൈവവൈതലിനെയും ഊന്നിക്കൊണ്ട് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവൈതലും ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലണമെന്ന് നമ്മോട് പറഞ്ഞിരിക്കുക. അവിടെ കടന്നു ചെല്ലുവാൻ ഭയപ്പെടേണ്ട, ശങ്കിക്കേണ്ട ആവശ്യമില്ല. ധൈര്യത്തോടെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ആ സന്നിധിയിൽ നമുക്ക് ധൈര്യത്തോടെ ചെന്ന് ആ പൊന്മുഖത്ത് നോക്കി കർത്താവിൽ നിന്ന് കൃപ പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹീതമായി മുന്നോട്ട് പോകുവാൻ ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ ജീവിതത്തെ ദൈവവചനം നിയന്ത്രിപ്പാൻ ഇടയാകണം. ദൈവവചനത്തിൽ കൂടി വേണം നാം ഓരോരുത്തരും കർത്താവിനെ സ്നേഹിക്കേണ്ടത്. ദൈവവചനം വായിക്കാതെ പഠിക്കാതെ നാം പോയാൽ ആത്മീയമായി ബലഹീനപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവവചനത്തിൽ കൂടിയാണ് ദൈവസ്നേഹത്തെ നാം അറിയേണ്ടത്. അങ്ങനെ ആത്മീയമായ വളർച്ചയും പുരോഗതിയും പ്രാപിക്കുവാനും നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തോട് അത് അനുരൂപമാകാതെ ദൈവഹിതത്തിന് ഒത്തവണ്ണം ജീവിപ്പാൻ നമ്മൾക്കിടയാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ 2-ാം വാക്യത്തിൽ പറയുകയാണ്: പ്രിയനേ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം. ആ വാക്യം നമ്മുടെ നാവ് കൊണ്ട് പറയുവാൻ തന്നെ എന്തോരു സന്തോഷം നൽകുന്ന ഒരു വാക്യമാണ്. ആ വാക്യം നാം കാണാതെ പഠിക്കണം. എന്ന് വെച്ചാൽ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം ഓരോരുത്തരും ആത്മീയമായിട്ടും മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ദൈവം നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ ലേഖനം യോഹന്നാൻ എഴുതിയത് നമുക്കറിയാം. ദൈവസഭ ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ ദൈവമക്കൾ എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണമെന്നുള്ളതിന് എഴുതിയതാണ് ലേഖനങ്ങൾ. എവിടെ മുതലുള്ള ലേഖനങ്ങൾ? 21 ലേഖനങ്ങൾ. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള 21 ലേഖനങ്ങൾ ദൈവമക്കളായ നമുക്ക് വേണ്ടി ദൈനംദിന ജീവിതത്തിൽ ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകും എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ലേഖനത്തിലാണ്. അതുകൊണ്ട് ദൈവമക്കളായ നാം ഈ ലേഖനങ്ങൾ നിരന്തരം വായിക്കേണ്ടതും പഠിക്കേണ്ടതും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതും വളരെ ആവശ്യമാണ്. ദൈവവചനത്തിന് വെളിയിൽ പോകുവാൻ ഒരിക്കലും നമുക്കിടയാകരുത്. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ ഹൃദയത്തിന് മുറിവേൽക്കുവാനോ ആ മുഖം മ്ലാനമാകുവാനോ ഒരിക്കലും ഇടയാകരുത്. അങ്ങനെ ഇടയായാൽ
അത് നമുക്ക് നന്നല്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിക്കുക എന്നുള്ളതല്ല. അലസതയ്ക്കും മടിക്കും നമ്മുടെ ജീവിതത്തിൽ അത് ഒരിക്കലും ഇടം കൊടുക്കരുത്. ഇവിടെ യോഹന്നാൻ അതാണല്ലോ പറയുന്നത്, നീ ശുഭമായിരിക്കുന്നത് പോലെ നമ്മൾ സകലത്തിലും ശുഭമായിരിക്കണം എന്ന് അതേ യോഹന്നാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം നാം ആയിരിക്കണം എന്നാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ഈ ലേഖനം എഴുതിയതാണല്ലോ യോഹന്നാൻ അപ്പോസ്തലനാണല്ലോ. 5 അപ്പോസ്തലന്മാരാൽ ആണല്ലോ ഈ 21 ലേഖനങ്ങൾ എഴുതിയത്. അപ്പോസ്തലനായ പൗലോസ്, പത്രോസ്, യാക്കോബ്, യൂദ, യോഹന്നാൻ, ഇങ്ങനെ 5 അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട 21 ലേഖനങ്ങളാണ്. അഥവാ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭ ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ അതേ ദൈവമക്കൾക്ക് ആവശ്യമുള്ള അതേ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് എല്ലാം എഴുതിയിരിക്കുന്ന ലേഖനങ്ങളിലാണ്. മാത്രമല്ല 4-ാം വാക്യത്തിൽ എങ്ങനെ വായിക്കുകയാണ്, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നോക്കണം, നമുക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഈ ലോകത്തിലെ മാതാപിതാക്കളുടെ മുമ്പിൽ അതേ നാം എങ്ങനെ അവരെ അനുസരിച്ചും വണങ്ങിയും അവരെ നോവിക്കാതെ വേദനിപ്പിക്കാതെ അവരുടെ ആജ്ഞ അനുസരിച്ച് അവർക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ഏറ്റവും സന്തോഷമായിരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. നമ്മുടെ സ്വർഗീയ പിതാവിനെ അനുസരിച്ചും കർത്താവ് നമുക്ക് കാട്ടിത്തന്ന ആ വഴിയിൽ കൂടെ നടക്കുന്നതും അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇവിടെ വായിക്കുക, സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. നാം ഓരോരുത്തരും നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. നമ്മുടെ നടപ്പ് ഇവിടെ വായിക്കുക, സത്യത്തിൽ നടക്കുന്നു. നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? കർത്താവ് കാട്ടിത്തന്ന വഴിയിൽ കൂടിയാണോ, അതോ ആ വഴിയിൽ നിന്ന് നാം വ്യതിചലിച്ചിട്ടുണ്ടോ? നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. യോഹന്നാൻ അത് 1-ാം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. ദൈവമക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിച്ച് നോക്കണം. കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു? അത് രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെയുള്ള കർത്താവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നു? മെച്ചപ്പെട്ട ഒരു ബന്ധമാണോ, അതോ ഉലഞ്ഞ ഒരു ബന്ധമാണോ? എങ്കിൽ ഉലഞ്ഞ ഒരു ബന്ധമാണെങ്കിൽ അതിന് പരിഹാരം കാണേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് ജീവിക്കുവാൻ ലഭിച്ച അവസരമെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് മാത്രമേ ഉള്ളൂ. വചനത്തിൽ വായിക്കുന്നത് 70 അല്ലെങ്കിൽ 80 സംവത്സരം മാത്രമേ ഉള്ളൂ. ഒരു അനുഗ്രഹീതമായ ഒരു ജീവിതം നമുക്കിവിടെ ജീവിപ്പാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു കഷ്ടമാണ്. കർത്താവ് അതിന് വേണ്ട കൃപ നമുക്ക് തരും. മാത്രമല്ല, നമ്മുടെ ശക്തിയിലും കഴിവിലുമൊന്നും ജീവിക്കാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുഗ്രഹീതമായി അതേ ജീവിതം നയിക്കേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കൊണ്ട് കർത്താവിനെ സേവിച്ചും സ്നേഹിച്ചും ഈ വായിച്ചതുപോലെ സത്യത്തിൽ തന്നെ നടക്കാം. ദൈവത്തിൻ്റെ പാത വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ സത്യത്തിൽ തന്നെ നടന്നുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമ്മളാൽ ആവോളം പ്രസാദിപ്പിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാകാതെ ഒരു മഹത്വകരമായ അനുഗ്രഹീതമായ ക്രിസ്തു നയിപ്പാൻ എല്ലാ നിലയിലും ഈ വചനം നമുക്കിടയാകട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.